നമസ്കാരം. ഈ സ്ത്രീകളുടെ അവിഹിത ബന്ധത്തിനെ പറ്റി ഞാൻ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. പല സ്ത്രീകളും ഭർത്താക്കന്മാരോട് വാശി മൂത്ത് കഴിഞ്ഞാൽ പിന്നെ എന്തിനും മടിക്കില്ല. കെട്ടിക്കൊണ്ടിരുമ്പോൾ നല്ലതൊക്കെ ആവും, പക്ഷെ ഭർത്താക്കന്മാരെ അവരെ മോശമാക്കി മാറ്റുകയാണ്. ഞാനൊരു ഉദാഹരണം പറയാൻ പോവുകയാണ്. കാരണം ഞാൻ അറിയണ ഒരു മന്ത്രവാദി എന്ന് പറഞ്ഞാൽ ഈ ലോക്കൽ ആൾക്കാർക്കൊക്കെ ഓരോ പൂജയൊക്കെ ചെയ്ത് കാര്യങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കുന്ന ആൾ. പക്ഷെ അയാൾക്ക് നല്ല വരുമാനം. ഇയാൾ പൂജ ചെയ്യുമ്പോഴൊക്കെ ചില ആൾക്കാർക്ക് ഫലപ്രാപ്തി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ കണക്കില്ലാത്ത പണം വരൽ തുടങ്ങി. അതേപോലെ ഇയാൾ പൂജ ചെയ്യാൻ മദ്യമൊക്കെ കൊണ്ടുവരാൻ പറയും, ഇയാളും കുടിക്കും. അങ്ങനെ പണം സമ്പാദിക്കലും കുടിയും മാത്രമേ മാറി. അപ്പോൾ ഒരു സുന്ദരിയായിട്ടുള്ള ഭാര്യ ഉണ്ട് ഇയാൾക്ക്. ഈ ഭാര്യ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് അയാൾ കെട്ടിക്കൊണ്ടുവന്ന അന്ന് തുടങ്ങി ഇയാൾ ഒരു വേലക്കാരത്തിലേറെ കുറഞ്ഞ സ്ഥാനമാണ് കൊടുത്തേക്കണം. എപ്പോഴും തെറിയല്ലാണ്ട് വിളിക്കൂല. അതേപോലെ ഇയാളുടെ മദ്യപാനം, ഇയാൾക്ക് വെളിവുള്ളൊരു നേരമില്ല. ബെഡ്റൂമിലൊന്നും ഇയാൾ ചെല്ലലേ തന്നെയല്ല. ഇവളുടെ അടുത്ത് കിടക്കാൻ ചെല്ലേ. ഇവള് നല്ല യൗവനയുക്തമായിട്ടുള്ള പെണ്ണല്ലേ. ഇവൾക്ക് പിന്നെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇൻസൾട്ട് ചെയ്യും, തെറി വിളിക്കും. ഈ സ്ത്രീകൾക്കൊരു കുഴപ്പമുണ്ട്, അവർക്ക് വാശിയും ദേഷ്യവും വന്നാൽ പിന്നെ ഭർത്താക്കന്മാർക്ക് പട്ടിയുടെ വില അവർ കൊടുക്കില്ല. പക്ഷേ ഇവള് പാവപ്പെട്ടവളായതുകൊണ്ട് ഇവള് പരസ്യമായിട്ട് പ്രകടിപ്പിക്കില്ല അവളുടെ രോഷം. കിടപ്പറയിൽ ഇയാളൊന്നും ചെയ്യലില്ല, കുട്ടികളുമായിട്ടില്ല. അവസാനം അവിടെ ഒരു അനിയനുണ്ട്, നല്ലൊരു യുവാവ്, ഇയാളുടെ നേരെ താഴെയുള്ളത്. അയാൾ ഇവളെപ്പോഴും ആശ്വസിപ്പിക്കും. സാരില്ല നോക്കൊന്നും വിചാരിക്കണ്ട, അയാൾക്ക് അങ്ങനെയല്ലേ, കള്ളുപിടിച്ചിട്ടല്ലേ എന്നൊക്കെ പറയും. അപ്പം എത്ര കാലമാണ് ഞാനിത് സഹിക്കുക എന്നൊക്കെ ഇങ്ങോട്ട് പരസ്പരം സംസാരിക്കും. അങ്ങനെ ഒരു ദിവസം നല്ല മഴ എന്നൊക്കെ ഉള്ളൊരു വൈബിൽ ഇയാൾ ഏതൊരു ബാംഗ്ലൂർ എവിടെ ഒരു പൂജ ചെയ്യാൻ പോയേക്കാം. ഇവർ മാത്രമേ ഉള്ളൂ. ആശ്വസിപ്പിക്കൽ ഇച്ചിരി കൂടിപ്പോയി. എന്ത് സംഭവം, ഈ അവിഹിത ബന്ധത്തിനൊരു കുഴപ്പമുണ്ട്. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ സേഫാണെങ്കിൽ അതിങ്ങനെ നിർബാധം തുടരും. പിന്നെ ഒരു വീട്ടിൽ ജീവിക്കണ ഇവർക്കറിയാം അവിടെ ആരൊക്കെ എപ്പോൾ കയറി വരില്ല, സേഫായിട്ടുള്ള സമയങ്ങളൊക്കെ അറിയാലോ. നിർബാധം തുടരുക. അയാൾ ഈ കാലം വരെ അറിഞ്ഞിട്ടില്ല. ഇപ്പം ആ മനുഷ്യൻ ഇപ്പോൾ കുറച്ച് മുമ്പ് മരിച്ചുപോയി, കുറച്ച് കാലം മുമ്പ്. ഇവർ തമ്മിലുള്ള ഈ റിലേഷൻ നിർബാധം തുടരും. ഇതിൽ ആ സ്ത്രീനെ കുറ്റം പറയാൻ ഞാനാളല്ല. അതായത് ചില ആണുങ്ങൾ നിൽക്കേണ്ടടുത്ത് നിൽക്കാണ്ടാകുമ്പോൾ ചില സ്ത്രീകൾ ഇങ്ങനത്തെ പണികൾ ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ആണുങ്ങളെക്കാളും കൂടുതൽ ധൈര്യം സ്ത്രീകൾക്കാണ്. ആണുങ്ങൾ പിന്നെയും വരുംവരാഴികൾ ഒന്ന് ചിന്തിക്കും, സ്ത്രീകൾ അങ്ങനെയല്ല. അവർ പിന്നെ ഇതെങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കണ്ണ് കാണൂല. അതാണ് ദാമ്പത്യ ബന്ധം പവിത്രമായിട്ട് സൂക്ഷിക്കണമെങ്കിൽ ഭാര്യയ്ക്ക് അവളുടേതായിട്ടുള്ള സ്ഥാനം വീട്ടിലുണ്ടാവണം. ഭർത്താക്കന്മാർ മര്യാദക്ക് നിൽക്കണം. അല്ലാണ്ട് നമ്മളാണുങ്ങളാണ് സുൽത്താന്മാരാണെന്നും പറഞ്ഞ് നിന്നാൽ ഇമാതിരി അനുഭവങ്ങളുണ്ടാവും. പക്ഷെ അയാൾ ഭാഗ്യത്തിന് ഇത് അറിഞ്ഞിട്ടില്ല, മരിച്ചും പോയി. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നുള്ളൂ.